ഹോൾ ടിക്കറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 25 ചോദ്യങ്ങളുടെ PSC ബുള്ളറ്റിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള പുതിയ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഉത്തര മഹാസമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഏതാണ്? ആൻസർ ഗാദർ. ഉത്തര മഹാസമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഗാദർ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗണ്ട് സിൻഡ്രാം സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ്? ഗാസി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗണ്ട് സിൻഡ്രാം സ്ഥിതി ചെയ്യുന്നത് ഗാസി മലനിരകളിലാണ്. അർബുദാഞ്ചൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധ സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? ആരവല്ലി. മൗണ്ട് അബു രാജസ്ഥാനിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാനിലെ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വത നിരകളിലാണ്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ഭാഗമായ നർക്കോണ്ടം ദ്വീപിലാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ അഗ്നിപർവ്വതമാണ്. ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ ഭാഗമായ നർക്കോണ്ടം ദ്വീപിലാണ് ബാരൻ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിന്റെ തലസ്ഥാനം. ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം. ചുവടെ പറയുന്ന നദികൾ, അവയുടെ ഉത്ഭവസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. നർമ്മദ. നർമ്മദയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? അമർകണ്ടക്. നർമ്മദയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ടക് ആണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം മഹാബലേശ്വർ. കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മഹാബലേശ്വരിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഗോദാവരി. ഗോദാവരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നാസിക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. നാസിക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. താപ്തി നദിയുടെ ഉത്ഭവസ്ഥാനം മുൾട്ടായ് പീഠഭൂമിയാണ്. എന്താണ്? മുൾട്ടായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നോക്കാം. നർമ്മദ നദി ഏതാണ്? നർമ്മദ അമർകണ്ടക് എന്നാണ്. കൃഷ്ണ മഹാബലേശ്വർ, ഗോദാവരി നാസിക് കുന്നുകൾ, താപ്തി മുൾട്ടായ് പീഠഭൂമി. അടുത്ത ചോദ്യം. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? രാംഗംഗ. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ചുവടെ പറയുന്ന തടാകങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? കൊല്ലേരു. കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. കൊല്ലേരു എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് കൊല്ലേരു സ്ഥിതി ചെയ്യുന്നത്. ലോക്താക്. ലോക്താക് തടാകം എവിടെയാണ്? മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഗോവിന്ദ് സാഗർ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ഗോവിന്ദ് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. ലോണാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ് ലോണാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. 4 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗോവ. ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഇനം മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് പർവ്വത മണ്ണ്. അടുത്ത ചോദ്യം.
ചുവടെ പറയുന്ന വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങൾ, സംരക്ഷിക്കപ്പെട്ടിരുന്ന വന്യജീവികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ബംഗാൾ കടുവ. ബംഗാൾ കടുവയെ എവിടെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? മനാസ് ദേശീയോദ്യാനത്തിലാണ് അല്ലെ. മനാസിലാണ്, മനാസ് സംരക്ഷണ കേന്ദ്രത്തിലാണ് ബംഗാൾ കടുവയെ സംരക്ഷിച്ചിരിക്കുന്നത്. സിംഹങ്ങൾ. സിംഹങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? സിംഹങ്ങൾ കാണപ്പെടുന്നത് ഗീർ ദേശീയോദ്യാനത്തിലാണ്. സിംഹങ്ങൾ കാണപ്പെടുന്നത് ഗീർ ദേശീയോദ്യാനത്തിലാണ് സിംഹങ്ങൾ കാണപ്പെടുന്നത്. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം കാണപ്പെടുന്നത് കാസിരംഗയിലാണ്. കാസിരംഗ പാർക്കിലാണ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം കാണപ്പെടുന്നത്. വെള്ളക്കടുവകൾ. വെള്ളക്കടുവകൾ കാണപ്പെടുന്നത് നന്ദൻകാനൻ. നന്ദൻകാനനിലാണ് വെള്ളക്കടുവകൾ കാണപ്പെടുന്നത്. ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നോക്കാം. ബംഗാൾ കടുവ. ബംഗാൾ കടുവ എവിടെയാണ് കാണപ്പെടുന്നത്? മനാസ്. മനാസ് ദേശീയോദ്യാനത്തിലാണ് ബംഗാൾ കടുവ കാണുന്നത്. സിംഹങ്ങൾ കാണുന്നത് ഗീർ ദേശീയോദ്യാനം. ഒറ്റക്കമ്പൻ കണ്ടാമൃഗം കാണപ്പെടുന്നത് കാസിരംഗ. വെള്ളക്കടുവകൾ നന്ദൻകാനൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ആൻസർ ജിം കോർബറ്റ്. ഇന്ത്യയിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ചുവടെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? പ്രോജക്ട് ടൈഗർ 1973. ഒന്നാമത്തത് ശരിയാണ്. പ്രോജക്ട് ടൈഗർ എന്നാണ് നിലവിൽ വന്നത്? 1973 പ്രോജക്ട് ടൈഗർ വന്നത്. പ്രോജക്ട് എലിഫന്റ് 1992. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1992 പ്രോജക്ട് എലിഫന്റ് നിലവിൽ വന്നത്. വനസംരക്ഷണ നിയമം 1980. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1980 വനസംരക്ഷണ നിയമം നിലവിൽ വന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 4 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയായതാണ്, ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ഏതാണ്? സർദാർ സരോവർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് സർദാർ സരോവർ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. സുവർണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ചണമാണ് സുവർണ നാര് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് ചണം വ്യവസായം. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം എന്താണ്? പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി തുണി വ്യവസായമാണ്. അപ്പൊ നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായി വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. നാലാമത്തെ തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് തുടക്കം കുറിച്ചത്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്നാണ് തുടങ്ങിയത്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് റഷ്യയുടെ സഹായത്തോടെ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല തുടക്കം ആരംഭിച്ചത്. ചുവടെ പറയുന്ന പ്രധാന അലുമിനിയം വ്യവസായശാലകളിൽ ഏതാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്? ഇൻഡാൽ. ഇൻഡാൽ അലുമിനിയം വ്യവസായശാലയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത്.
സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്ന മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 10 കമ്പനികൾക്കാണ് മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC എന്താണ്? മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ള സ്ഥാപനമാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ BPCLും എന്താണ്? മഹാരത്ന പദവി ലഭിച്ച കമ്പനിയാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിലും മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനമാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ബെല്ലും മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങളാണ്. അപ്പൊ മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾ 4ഉം മഹാരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങളാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ മഹാരത്ന പദവി ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക സമയത്തോ ദിവസത്തിലോ ഉള്ള അന്തരീക്ഷാവസ്ഥയെ സൂചിപ്പിക്കുന്നത് ദിനാന്തരീക്ഷ സ്ഥിതി. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക സമയത്തോ ദിവസത്തിലോ ഉള്ള അന്തരീക്ഷാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വൻകര വിസ്ഥാപന സിദ്ധാന്തം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ ആണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അല്ലെങ്കിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആൽഫ്രഡ് വേഗ്നർ ആണ്. അർണോൾഡ് ഹോംസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഫലക ചലന സിദ്ധാന്തം പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി ആവിഷ്കരിച്ചത്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അർണോസ് ഹോംസ് എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ഫലക ചലന സിദ്ധാന്തം പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. സിമാ മണ്ഡലത്തിന്റെ ഉപരിതലത്തിലൂടെ സിയാൽ മണ്ഡലം തെന്നിമാറുന്നു എന്ന് പ്രസ്താവിക്കുന്നതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. എന്താണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം? സീമാ മണ്ഡലത്തിന്റെ ഉപരിതലത്തിലൂടെ സിയാൽ മണ്ഡലം തെന്നിമാറുന്നു എന്ന് പ്രസ്താവിക്കുന്നതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. അപ്പൊ വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ ആണ്. സീമാ മണ്ഡലത്തിന്റെ ഉപരിതലത്തിലൂടെ സിയാൽ മണ്ഡലം തെന്നിമാറുന്നു എന്ന് പ്രസ്താവിക്കുന്നതാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി. അർണോൾഡ് ഹോംസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഫലക ചലന സിദ്ധാന്തം പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി ആവിഷ്കരിച്ചത്. 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്നതിന്റെ ശരിയായ നിർവചനം തന്നിരിക്കുന്നവയിൽ ഏതാണ്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനത്തെയാണ്. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം? ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് പെർ ക്യാപിറ്റ ഇൻകം. നമുക്കൊന്ന് ഇത് നോക്കാം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാത്മക മൂല്യം എന്താണ്? അതാണ് മൊത്ത ദേശീയ ഉൽപാദനം എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാത്മക മൂല്യത്തെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം, അതായത് GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാത്മക മൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എന്ന് പറയുന്നത്. മാറിപ്പോവരുത്, എപ്പോഴും എല്ലാവർക്കും ഒരു സംശയമുള്ള ഒരു മേഖലയാണ്. GNP എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാത്മക മൂല്യത്തെയാണ്. GDP എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, അപ്പൊ ആ വേർഡ് നിങ്ങൾ നോക്കണം, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണാത്മക മൂല്യത്തെയാണ് GDP എന്ന് പറയുന്നത്. NNP കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. NNP നിങ്ങൾക്ക് അറിയാലോ, NNP കാണുന്ന ഫോർമുലയാണ്. അതായത് NNP കാണുന്നതിന് GNP മൈനസ് തേയ്മാന ചെലവ്. GNP എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. GNPയിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ കിട്ടുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത്. പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം കാണുന്ന ഫോർമുല അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചു. ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യയാണ് പ്രതിശീർഷ വരുമാനം, അതായത് പെർ ക്യാപിറ്റ ഇൻകം കാണുന്നതിനുള്ള ഫോർമുല. അടുത്ത ചോദ്യം,
ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലാക്കിയത്? പഞ്ചായത്തി രാജ് നിലവിൽ വന്നു. പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കി. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. നരസിംഹറാവു ഗവൺമെന്റ് ആണ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായി. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചു. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്തല്ല. അപ്പൊ ആൻസർ വരുന്നത് എന്താണ്? 1, 2, 3 പ്രസ്താവനകളാണ് 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലാക്കിയത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവയാണ് 8ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. റിസർവ് ബാങ്ക് രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് 1949-ലാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 1949-ലാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ അതായത് IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. റിസർവ് ബാങ്ക് ആണ് IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. 3 ഓപ്ഷനും ശരിയായ പ്രസ്താവനകളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് ഏത് കറൻസി നോട്ടിലാണ്? പഴയ 50 രൂപ നോട്ട്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് പഴയ 50 രൂപ നോട്ടിലാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയ രേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ലക്കഡവാല കമ്മീഷൻ. ദാരിദ്ര്യ നിർണയ രേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ലക്കഡവാല കമ്മീഷൻ. ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയ രേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ലക്കഡവാല കമ്മീഷനാണ്.